സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ആഴ്ചകൾ നിങ്ങളോടുകൂടെ ഇവിടെ ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവസഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന ജീവിതങ്ങളെ വിടുവിക്കുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ കൂടെ കേട്ടത് ഈ സഭയിൽ ആരാണ് ഇരിക്കുന്നതെന്നുള്ളതാണ്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. അപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് ആവശ്യമായ ആത്മീയ ഭോജനം തന്നു കഴിഞ്ഞു. നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ആത്മീയ ജീവിതത്തിൽ മുന്നേറിയാൽ അവിടെ എല്ലാം വിടുതലാണ്. നമ്മിൽ കൂടി വൻ കാര്യങ്ങളെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ഒരു സമർപ്പണമാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ സ്തോത്രം വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് പ്രിയദാസൻ എന്ന് ഇവിടെ സംസാരിച്ചത്. ഹല്ലേലൂയ. ഇങ്ങനെ സമയങ്ങളൊക്കെ ഒരുക്കി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളോടുകൂടെ ഇവിടെ ആയിരിക്കണം, അവരെ കാണണം. ഇളയ 2 കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. 10 വർഷത്തോളമായി ഇവരുമായിട്ട് ഞങ്ങൾ ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല. ദൈവം അതിനനുവദിച്ചു. അവിടെയുള്ള സഭയോടുകൂടി, അമേരിക്കയിലുള്ള സഭയോടുകൂടി ഒന്നിച്ച് ഞാനും ചേർന്ന് 7 മുതൽ 9 മണി വരെയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ ലീഡ് ചെയ്ത് പ്രാർത്ഥിപ്പാൻ ആ സമയങ്ങളിലൊക്കെയും ഈ സഭയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. ദൈവം അത്ഭുതകരമായ ഒരു വിടുതലിലാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. ഇല്ല എങ്കിൽ നേരിട്ട് അങ്ങ് പോകുമായിരുന്നു ബാംഗ്ലൂരിലേക്ക്. ഹല്ലേലൂയ. തുടർന്നും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനേക വിഷയങ്ങളിവിടെ പറഞ്ഞു. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പറഞ്ഞു, പ്രതികൂലങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. മുന്നോട്ട് എങ്ങനെ നടത്തപ്പെടുമെന്ന് ഭാരപ്പെട്ട് നിങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും മറുപടിയുണ്ട്. സ്വർഗത്തിലെ ദൈവം സകലതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ സകല നിരൂപണങ്ങളും അവൻ മുന്നമേ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭാരമെല്ലാം എൻ്റെ മേലിട്ടുകൊള്ളുവീനെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചുമന്നുകൊണ്ട് നടക്കണ്ട. കർത്താവ് കേൾക്കും, മറുപടി നൽകും. ഹല്ലേലൂയ. ഈ സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ദൈവദാസന് 10 പേരെ കൂട്ടി ഒരു ആരാധനയൊക്കെ നടത്തി അങ്ങനെ അങ്ങ് പോകുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. ഹല്ലേലൂയ. വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവസഭ എന്താണെന്ന്. എഫേസ്യ ലേഖനം 2:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ചു പണിയുന്നു. ഒരു കെട്ടിടത്തോട് ഉപമിച്ചാണ് ദൈവസഭയെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് കർത്താവ് തന്നെയാണ്. തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഹല്ലേലൂയ ജീവങ്കിലേക്ക് ജീവിതങ്ങളെ വിളിച്ച് വില കൊടുത്ത് നമ്മെ ഓരോരുത്തരെയും വാങ്ങിച്ച് സഭയുടെ അംഗങ്ങളാക്കിയാണ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയുടെ
അന്തരീക്ഷം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം കൂടിക്കൂടി വരണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ സ്തോത്രം അപ്പോസ്തലന്മാരാൽ അടിസ്ഥാനമിട്ട് ജീവനുള്ള കല്ലുകളായി നമ്മെ സഭയോട് ചേർത്ത് പണിത്. വെളിപാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ഈ ആലയം ഹല്ലേലൂയ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് സഭ മുഖാന്തരം വെളിപ്പെട്ടു വരേണ്ട എല്ലാ ശുശ്രൂഷകളും ഹല്ലേലൂയ എല്ലാ കൂട്ടായ്മകളും ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗം സന്തോഷിച്ച് ആനന്ദിച്ച് തുള്ളുകയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നടുവിലേക്ക് തക്ക സമയത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, 2 or 3 പേർ കൂടുന്നിടത്തെല്ലാം ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം ഹല്ലേലൂയ കർത്താവ് അവരുടെ നടുവിൽ ഉണ്ട്. അപ്പോൾ ഇനി എന്താ ഭയപ്പെടാൻ? വളരെ അർത്ഥവത്തായി കർത്താവ് നമ്മോടുകൂടെയുണ്ട്, നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പാതയിലും നമ്മോട് കൂടെയുണ്ട്, യാത്രയിൽ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ കൂടെയുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏതെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആ സാന്നിധ്യം വെളിപ്പെടും. മോശ ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഹല്ലേലൂയ. സിനായി പർവ്വതത്തിൻ്റെ താഴെ വന്നപ്പോൾ വലിയൊരു പ്രകാശം കാണുകയാണ്, ഒരു തീ കാണുകയാണ്. കണ്ടപ്പോൾ താനെന്താ ഉദ്ദേശിച്ചത്? ഇതെന്തായിരിക്കുമെന്ന് കാണാനായിട്ട് താൻ അങ്ങോട്ട് നടന്നെത്തി. എത്തിയപ്പോൾ ഒരു ശബ്ദം, മോശേ മോശേ നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരുക. ആ ദൈവം മാറ്റമില്ലാത്ത ദൈവം, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. പിതൃപുത്ര പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവമാണ് നമ്മെ മേയിച്ച് ഭരിച്ച് നടത്തുന്നതെന്ന് നാം മനസ്സിലാക്കണം. ആയതുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ മോൻ്റെ കാര്യം, എൻ്റെ മോടെ കാര്യം, ഹല്ലേലൂയ വിദ്യാഭ്യാസം, ഇതൊക്കെ ഓർത്ത് നമ്മൾ വളരെ ഭാരപ്പെടാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം ദൈവത്തിന് അറിയാം. ദൈവം തക്ക സമയത്ത് തൻ്റെ കൈ നീട്ടി വിടുവിക്കും. ഹല്ലേലൂയ. മോശ വലിയ കാഴ്ച കണ്ടിട്ട് ഹല്ലേലൂയ അടുത്ത് സ്തോത്രം ഷൂ ഊരിക്കൊണ്ട് മുന്നോട്ട് അടുത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നമുക്ക് പിതാക്കന്മാരുള്ളത് അതാണ്. അത് ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെന്നും പറഞ്ഞൊക്കെ നിന്നാലും നമുക്കുള്ള പിതാക്കന്മാരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. അബ്രഹാമിനെ തെരഞ്ഞെടുത്ത ഒരു ജാതിയായി മാറ്റിയെങ്കിലും അബ്രഹാമിൽ കൂടി ഹല്ലേലൂയ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്തോ നോക്കിയാലും നമുക്ക് സ്തോത്രം ആദാമിൻ്റെ ഹവ്വായുടെയും പരമ്പരയാണ്. അത് കഴിഞ്ഞിട്ട് ഭൂമിയെ ദൈവം നശിപ്പിച്ചു. ഓക്കെ. എന്നാൽ അടുത്തത് എന്താ ചെയ്ത്? ഹല്ലേലൂയ. നോഹയുടെ 3 പുത്രന്മാരുടെ മക്കളായി കിടക്കുന്നത് മുഴുവനും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച എങ്ങനെയാണ്? തൻ്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി ജീവശ്വാസം ഊതി. ഹല്ലേലൂയ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ഹല്ലേലൂയ തന്നിൽ നിന്ന് വാരിയെല്ലെടുത്ത് സ്ത്രീയെയും സൃഷ്ടിച്ചു. അപ്പോൾ സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. അതാ കുടുംബം. അങ്ങനെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഈ ദൈവം ഹല്ലേലൂയ സ്തോത്രം നാം അവനെ മറക്കരുത്. ഇസ്രായേൽ ജനം വളരെയേറെ ശക്തിയോട് ദൈവം ഇടപെട്ട് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ സ്തോത്രം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ വന്നപ്പോൾ മോശ എവിടെയാണെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞ് കുണുക്കും എല്ലാം അങ്ങോട്ട് കൊടുത്ത് ഹല്ലേലൂയ ആഭരണങ്ങളൊക്കെ കൊടുത്ത്
ഒരു കാളക്കുട്ടിയെ അങ്ങ് ഉണ്ടാക്കി. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ദൈവം നമ്മെ വഞ്ചിക്കുന്ന രീതിയാണത്. അതുകൊണ്ട് കാളക്കുട്ടിയേക്കാൾ ഹല്ലേലൂയ ഉന്നതനായ ദൈവം തൻ്റെ 10 കൽപ്പനയുമായിട്ട് മോശെ താഴേക്ക് വിട്ടപ്പം കണ്ടത് എന്തുവാ? കാളക്കുട്ടിയെ ആരാധിക്കുക. നമ്മുടെ ആരാധന യഥാർത്ഥത്തിൽ ദൈവത്തോടാണോ എന്ന് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്താൽ നല്ലതാ. അതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. കാളക്കുട്ടിയെ നമ്മൾ ആരാധിക്കരുത്. ലോകത്തിൻ്റെ ഭ്രമങ്ങളിൽ മറ്റുള്ളവരുടെ വാക്ചാതുര്യത്തിൽ നമ്മൾ വീണു പോകരുത്. നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഈ സ്തോത്രം നിത്യവചനം, സത്യവചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തു വചനം തന്നെയാണ്. ഹല്ലേലൂയ. ഈ വചനം കൊണ്ട് നമ്മൾ പോഷിപ്പിക്കപ്പെട്ട് ദിനംതോറും നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് മുഴുവനും അങ്ങോട്ട് പോകാൻ 5 പോയിൻ്റ് എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അത് ഫിനിഷ് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. 9:20 ആകുമ്പോൾ നിർത്തണമെന്നാണ് ദേവദാസൻ പറഞ്ഞത്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഒരു നിർമ്മലീകരണത്തിലേക്ക് ദൈവത്തിന് കൊള്ളാവുന്ന ആത്മപാത്രങ്ങളായി മാറ്റപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അന്യഭാഷാ ഭാഷണത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ 120 പേര് മർക്കോസിൻ്റെ മാളികമുറിയിൽ കൂടിയിരുന്നു. അവർ കൂടിയിരുന്ന സ്ഥലം ഹല്ലേലൂയ കുലുങ്ങി. എന്നാണ് സംഭവിച്ചത്? ഇസ്രായേലിൻ്റെ 7ാമത്തെ പെരുന്നാൾ. ഹല്ലേലൂയ. അന്ന് തന്നെ അത് ഇറങ്ങി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗരാജ്യത്തിൽ കടന്നുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. കർത്താവ് എന്താ പറഞ്ഞേച്ചു പോയെ? ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ നിന്ന് മാറരുത്. ഹല്ലേലൂയ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അത് പ്രാപിച്ച് ഹല്ലേലൂയ പിന്നീട് ആത്മാവ് നിങ്ങളെ നടത്തുമെന്നാണ് കർത്താവ് പറഞ്ഞേച്ചു പോയതിൻ്റെ അർത്ഥം. ആയതുകൊണ്ട് സ്തോത്രം, ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവെ അതെങ്ങനെ കിട്ടും? കൈവച്ചാലേ കിട്ടുള്ളൂ. അല്ലോ ആരാധനയുടെ നടുവിലാണോ കിട്ടുന്നത്? ഏതു നേരത്തും ഹല്ലേലൂയ ഭവനത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും പ്രത്യാശയുമാണ് അതിന് കാരണം. അങ്ങനെ പ്രാപിച്ച ഒരാളാണ് ഞാൻ. വീട്ടിലിരുന്ന് സമുദായത്തിലിരിക്കുമ്പോൾ തന്നെ ഉപവസിച്ച് മർദ്ദമായിലൊക്കെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട് 3 മണി വരെ. ആദ്യം ഞാൻ പാറ്റേൺ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം കർത്താവിനെ ആത്മാവിൽ നിറച്ചത്. അപ്പോൾ ആത്മാവിനെ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം ആത്മാവിൽ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ വിശുദ്ധ ആത്മാവിനെ നമ്മൾ പ്രാപിച്ച് ദൈവകൃപയിൽ തന്നെ നിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയാം ദേവാലയത്തിൽ കാണേണ്ടതായ പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ദൈവദാസന്മാർ നിങ്ങളെ പിന്നീട് പഠിപ്പിക്കും. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1:18 വായിച്ചാട്ട്. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. നമ്മുടെ പ്രത്യാശ അതേ ആകാവൂ. ഞാൻ മരിച്ചാലും ജീവിക്കും. ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ഒന്നിച്ച് ആയിരിക്കുമെന്നുള്ള ആ പ്രത്യാശ നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ പലരും ഹല്ലേലൂയ പ്രായമുള്ളവരൊക്കെയാണ്. പ്രായമുള്ളവരായതുകൊണ്ട് അങ്ങ് മരിക്കുമെന്നുള്ളതാണോ? ഏതു സമയത്തും മരണം കടന്നു വരാം. എന്നാൽ നിത്യതയിൽ നീ കാണപ്പെടുമോ എന്നുള്ള
ആ പ്രത്യാശയും വിശ്വാസവും ശക്തമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 24-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. സഭയാകുന്ന ശരീരം. നമ്മൾ ദേവന്മാരാണ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടി കർത്താവിൻ്റെ സ്വന്തം മക്കളും അവകാശികളുമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഓരോ ദിനവും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നിന്റെ വരവെങ്കിൽ ഞാനും കൂടെ കാണപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ഹല്ലേലൂയ. ആ ശുദ്ധീകരണത്തിനായി അതെന്താണ്, എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്? ദൈവവചനം കൊണ്ടും ആത്മാവ് കൊണ്ടും നാം വിശുദ്ധീകരിക്കപ്പെടാം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇതുവരെയും റോമാലേഖനം 10:9 അനുസരിച്ചിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ, ഇതാണ് നിൻ്റെ സമയം. എഴുന്നേറ്റ് ഞാൻ ഈ കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ആയതുകൊണ്ട് തീപ്പൊയ്കയിൽ പോകാതെ നിത്യതയിൽ കർത്താവിനോടുകൂടെ ഒന്നിച്ച് യുഗങ്ങൾ വാഴുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് സഭയാം ദേവാലയത്തിൽ, സഭയാം ഹല്ലേലൂയ കുടുംബത്തിൽ ആയിരിക്കേണ്ട കാര്യങ്ങൾ തിരുവചനത്തിൽ അവിടവിടങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം ഫോളോ ചെയ്ത്, ഹല്ലേലൂയ, ദൈവദാസന്മാരെങ്ങനെയായിരിക്കണം, ദൈവസഭ എങ്ങനെയായിരിക്കണം, ദൈവജനം എങ്ങനെയായിരിക്കണം, ഹല്ലേലൂയ, ഉപദേശം എങ്ങനെയായിരിക്കണം, എല്ലാത്തിനും മാതൃക ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എല്ലാം ഞാൻ കുറേയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട്, എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുയേശുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിച്ച് ഈ നാളുകളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അന്ത്യത്തോളം, ഹല്ലേലൂയ, വിശ്വസ്തയോട് നിലകൊണ്ടാൽ, വിശുദ്ധിയോട് വേർപാടിൽ നിലകൊണ്ടാൽ നിത്യതയിൽ നാം കാണപ്പെടും. ആ പ്രത്യാശ നാൾക്കുനാൾ പുതുക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.